ഏറ്റവും അഭിമാനത്തോടുകൂടി പറയട്ടെ, കേരളത്തിൽ നിന്നും ഈ വർഷം MBBS സീറ്റ് കരസ്ഥമാക്കുന്ന 90% ഓഫ് സ്റ്റുഡൻസും ബെർലിനിൽ നിന്ന് തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ. അവരെപ്പോഴും അവരുടെ സൈറ്റിനകത്ത് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റ് കോട്ട വഴി അഡ്മിഷൻ എടുക്കുന്നവരുടെ ലെറ്ററാണ്. അപ്പോൾ അതിനകത്ത് ചില സർട്ടിഫിക്കറ്റുകളൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതുണ്ടാവും. സാർ, ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒന്നും കിട്ടാത്ത കുറച്ച് ആളുകൾ കൂടി തീർച്ചയായിട്ടും. അപ്പോൾ അവരിനി എങ്ങനെയാണ് ഇതിനെ പ്രതീക്ഷ? പുതിയതായിട്ട് കോളേജുകളൊന്നും MCC അനുവദിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ സീറ്റ് മെട്രിക്സ് വെച്ച് തന്നെയാണ് അലോട്ട്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു വലിയ വ്യത്യാസം ഓൾ ഇന്ത്യ ലെവലിലോട്ട് വന്നിട്ടില്ല. സാർ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് വളരെ നിർണായകമായിട്ട് വന്നിരിക്കുകയാണ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ചില വിദ്യാർത്ഥികൾക്ക് അത് ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. ഇത് എടുക്കണോ അതോ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഡീംഡ് ആണെങ്കിലും ഞങ്ങൾ ഒരു അഡ്മിഷനുമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും എല്ലാവരുടെയും സംശയം തന്നെ അത് തന്നെയാണ്. കേരളത്തിലൊരു ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നത് ഓൾ ഇന്ത്യ വഴി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു 150-200 വിദ്യാർത്ഥികൾക്ക് അത് ഭയങ്കര ഉപകാരമാകും. ഓരോ വർഷം ചെല്ലും തോറും ഏത് എയിംസ് ആണെങ്കിലും, എയിംസ് മധുരയാണെങ്കിൽ പോലും ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ 3500-ൽ എയിംസ് തീർന്നു എന്ന് പറയുമ്പോൾ എയിംസിൻ്റെ കൊടുക്കുന്ന ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ കുട്ടികളും കൊടുക്കുന്ന ഒരു സ്വീകാര്യത നമ്മളെ അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 155ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ. ശിവൻ സാർ, നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പിസോഡ് അല്പം താമസിപ്പിച്ചത്. അതെ, കാരണം ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വന്നിട്ട് എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. കാരണം MCC പറഞ്ഞതിനേക്കാളും അവർക്ക് സാങ്കേതികമായിട്ട് കുറച്ച് നൂലാമാലകൾ ഉണ്ടായിരുന്നു. അത് കാരണം MCC അലോട്ട്മെന്റ് അല്പം താമസിച്ചു. അതുകൊണ്ട് നമ്മുടെ എപ്പിസോഡ് അല്പം താമസിച്ചതേ ഉള്ളൂ. എങ്കിലും വൈകിയാണെങ്കിലും വന്നത് ഏറ്റവും നന്നായിട്ട് തന്നെയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏറ്റവും അഭിമാനത്തോടു കൂടി പറയട്ടെ, കേരളത്തിൽ നിന്നും ഈ വർഷം MBBS സീറ്റ് കരസ്ഥമാക്കുന്ന 90% ഓഫ് സ്റ്റുഡൻസും ബെർലിനിൽ നിന്ന് തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ശിവൻ സാർ, ആ ഒരു സന്തോഷം നിലനിൽക്കാൻ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഉണ്ട്. വരുന്ന അലോട്ട്മെന്റുകളെയൊക്കെ കാത്ത് അല്ലെങ്കിൽ അതിൽ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓൾ ഇന്ത്യ കോട്ടയുടെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന അലോട്ട്മെന്റുകളെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. അപ്പം സാർ പറഞ്ഞ പോലെ തന്നെ NEET 2025 നമ്മളുടെ ടോപ്പേഴ്സിന് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും തന്നെ അവരുടെ ഒരു സ്വപ്ന നേട്ടം തന്നെയായിരുന്നു. ഡൽഹിയിലാണെങ്കിലും ഷഹീൻ മൻസൂർ ഡൽഹിയിലെത്തി. ഡീപ്നിയെ ഡൽഹി കിട്ടുമായിരുന്നു, പക്ഷേ ഡീപ്നിക്ക് ഇഷ്ടം ജിപ്മർ ആയിരുന്നുകൊണ്ട് ജിപ്മറിലെത്തി. AFMCയുടെ ലിസ്റ്റ് ഫൈനലിസ്റ്റ് 17-ാം തീയതി വരുന്നു. അതിനകത്തും മുൻ വർഷങ്ങളിലേക്കായാലും കുട്ടികളുണ്ടാവും. ബാക്കി എല്ലാ കോളേജുകളും തന്നെ. അപ്പം ഓൾ ഇന്ത്യയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, പുതിയതായിട്ട് കോളേജുകളൊന്നും MCC അനുവദിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ സീറ്റ് മെട്രിക്സ് വെച്ച് തന്നെയാണ് അലോട്ട്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു വലിയ വ്യത്യാസം ഓൾ ഇന്ത്യ ലെവലിലോട്ട് വന്നിട്ടില്ല. ആന്ധ്ര തെലങ്കാന ഒരു 20,000 അല്ലെങ്കിൽ 20,500 വരെയൊക്കെ വന്നിട്ട് നിന്നിട്ടു. നാഗാലാൻഡ് 21,000 വരെ MBBS സീറ്റ് കിട്ടുന്ന ഒരവസ്ഥയായിരുന്നു. ESI കോളേജുകളിലും പുതിയതായിട്ടുള്ള കോളേജുകളൊന്നും തന്നെ അനുവദിച്ചിട്ടില്ല. അതും അതാണ് കൂടുതലായിട്ടും ഒരു 31,000 റാങ്കിന്. കാരണം നമ്മളൊരു 40,000 റാങ്ക് വരെയൊക്കെ ഉള്ളവർക്ക് അലോട്ട്മെൻറ്റിൻ്റെ അവസാന ഘട്ടങ്ങളിൽ കിട്ടും. അപ്പോൾ അത് 31,000 വരെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സീറ്റ് വർധനവ് എപ്പോൾ വരുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ആശങ്കയായിട്ട് നിലനിൽക്കുന്നുള്ളൂ. ബാക്കി അലോട്ട്മെൻറ്റ് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് MBBS ആണെങ്കിലും BDS ആണെങ്കിലും BSc നഴ്സിംഗ് ആണെങ്കിലും അവസാനിച്ചിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഓൾ ഇന്ത്യ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളുണ്ട്. അലോട്ട്മെൻറ്റ് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിരിക്കും. അതെ, അവരെന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവരുടെ ഈ അഡ്മിഷൻ അവർ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക. ഇപ്പം ടോപ്പേഴ്സിനെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് അവർ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 10,000, 20,000 ഒക്കെ റാങ്ക് ഉള്ളവരെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ BDSനും BSc നഴ്സിംഗും ഒക്കെ കിട്ടിയവർക്ക് അവരുടെ പ്രധാന അലോട്ട്മെൻ്റ് ആണോ ഇതെന്നുള്ളത് നോക്കിയിട്ട് ചേരാനാണ് തീരുമാനമെങ്കിൽ 22-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്കുള്ളിൽ നിർബന്ധമായിട്ടും ആ കോളേജിൽ ചെന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് ഫീസ് ആ കോളേജിൽ അടച്ച് നമ്മൾ അഡ്മിഷൻ എടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ MCCയുടെ സൈറ്റിൽ നമ്മുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ വന്നിട്ടുണ്ട്. ആ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നാണ്. അപ്പോൾ എല്ലാവർക്കും തോന്നിയത് പ്രൊവിഷണൽ ആണല്ലോ എന്ന് തോന്നും. അതായത് നമ്മൾ
ഓൺലൈനായിട്ട് കൊടുത്തിരിക്കുന്ന ഡാറ്റ അനുസരിച്ചാണ് നമുക്ക് ഈ അഡ്മിഷൻ തന്നിരിക്കുന്നത്. ഇത് അവിടെ ചെല്ലുമ്പോഴേ ആദ്യം നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ഫിറ്റ്നസ് അവർ നോക്കും. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് ആ കോളേജുകാർ തന്നെയാണ് മെഡിക്കൽ ഫിറ്റ്നസ് നോക്കുന്നത്. മെഡിക്കൽ ഫിറ്റ്നസ് നോക്കിക്കഴിഞ്ഞ് നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാം അവർ സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ റൂമിലാണ് നമുക്ക് ഏറ്റവും ഫൈനലായിട്ട് നമ്മൾ ചെല്ലേണ്ടത്. ഫീസൊക്കെ അടച്ചതിന് ശേഷം പ്രിൻസിപ്പളിനോട് നമ്മളോട് ചോദിക്കുന്നു വില്ലിങ്നെസ്, നമ്മൾ അടുത്ത റൗണ്ടിൽ ഫർദർ റൗണ്ടിലോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. വില്ലിങ്നെസ് എസ് പറയുന്നു. അപ്പോഴാണ് നമുക്ക് ഒറിജിനലായിട്ട് അഡ്മിഷൻ ലെറ്റർ പ്രിൻ്റ് ചെയ്ത് തരുന്നത്. അപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്തു, മെഡിക്കലി ഫിറ്റാണോ എന്ന് നോക്കി, നമ്മൾ ഫീസ് അടച്ചു, ആ സീറ്റ് ഉറപ്പായി. അങ്ങനെ 18-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ വില്ലിങ്നെസ് എസ് പറഞ്ഞ് അഡ്മിഷൻ ലെറ്റർ നമ്മൾ ആ കോളേജിൻ്റെ പ്രിൻസിപ്പളിൽ നിന്ന് മേടിച്ചു. അപ്പോൾ നമുക്ക് ആ സീറ്റ് ഉറപ്പായി. ഇനി ആ സീറ്റ് പോകാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യയുടെ തന്നെ 2ാമത്തെ അലോട്ട്മെൻറ്റിൽ നമ്മൾ തന്നെ ഓപ്ഷൻ വെക്കുകയും, ഓൾ ഇന്ത്യയുടെ 2ാമത്തെ അലോട്ട്മെൻറ്റിൽ ആരുടെ ഓപ്ഷൻ നിലനിൽക്കുന്നില്ല, എല്ലാവർക്കും പുതിയതായിട്ട് കൊടുക്കാം. അഡ്മിഷൻ കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഒക്കെ അതിനകത്ത് ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ ഓൾ ഇന്ത്യയുടെ 2ാമത്തെ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുക്കുകയും ഓൾ ഇന്ത്യയുടെ 2ാമത്തെ അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് കിട്ടുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ സീറ്റ് പോവുള്ളൂ. അല്ലാതെ കേരളത്തിൽ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയെന്നോ ഒന്നും വിചാരിച്ച് ഈ സീറ്റ് പോവില്ല. ഫീസ് അടച്ചു, അഡ്മിഷൻ എടുത്തു. അങ്ങനെ അഡ്മിഷൻ എടുക്കുന്നവർ ആ പ്രോസസ്സാണ് ചെയ്ത് തീർക്കേണ്ടത്. അഡ്മിഷൻ ലെറ്റർ വരെയുള്ള കാര്യങ്ങളാണ് 22-ാം തീയതി 4 മണിക്കുള്ളിൽ ചെയ്യേണ്ടത്. എന്നിട്ട് അവർക്ക് കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് 18-ാം തീയതി വരുന്നുണ്ട്, വേണമെങ്കിൽ കേരളത്തിലോട്ട് തിരിച്ചു വരാം. അതെല്ലാം ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വീണ്ടും 21-ാം തീയതി ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് തുടങ്ങുന്നുണ്ട്. അതിനകത്തോട്ട് വീണ്ടും ഓപ്ഷൻസ് കൊടുത്ത് കോളേജ് മാറാനുള്ള അവസരവും ഉണ്ട് താനും. സാർ, ഇപ്പോൾ നിലവിൽ ഒരു അഡ്മിഷൻ കിട്ടി, പക്ഷേ ഫ്രീ എക്സിറ്റ് വഴി മാറാൻ നോക്കുന്നു. അപ്പോൾ എന്തായിരിക്കാം ശരിക്കും ഒരു ഫ്രീ എക്സിറ്റ്? അതായത് ഇപ്പോൾ ഓൾ ഇന്ത്യയിൽ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, അപ്പോൾ അവർ കേരളത്തിൽ അലോട്ട്മെൻറ്റ് നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ദൂരെ കൂടുതൽ കൊണ്ട് ഇപ്പം ഈ അഡ്മിഷൻ എടുക്കുന്നില്ല, ഇനി ഫർദർ സെക്കൻഡ് റൗണ്ടിലൊക്കെ കിട്ടിയാലേ പോകാനുള്ള താല്പര്യമുള്ളൂ എങ്കിൽ ഈ അലോട്ട്മെൻറ്റ് കിട്ടിയ വ്യക്തികൾ 22-ാം തീയതി 4 മണിക്കുള്ളിൽ ആ കോളേജിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതിനെയാണ് ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യുകയോ ആ കോളേജിൽ അറിയിക്കുകയോ ഇമെയിൽ അയക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ആ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതിനെയാണ് ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അവരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ആ കിട്ടിയ സീറ്റ് പോയി. ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വ്യക്തികൾക്ക് 22-ാം തീയതി 4 മണിയാകുമ്പോൾ ആ സീറ്റ് പോയി. ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ആ സീറ്റ് നിലനിൽക്കില്ല. സീറ്റ് പോയി. 2ാം ഘട്ട അലോട്ട്മെൻറ്റിൽ അവർക്ക് എല്ലാ കോളേജും ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. ഈ കിട്ടിയ കോളേജ് ഉൾപ്പെടെ, ഇപ്പം തെലുങ്കാനയോ ആന്ധ്രയോ ഏത് കോളേജ് കിട്ടിയാലും ആ കോളേജ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഓപ്ഷൻസും കൊടുക്കാനായിട്ട് 2ാം ഘട്ടത്തിൽ അവർക്കും അവസരമുണ്ട്. പൈസയൊന്നും അടയ്ക്കേണ്ടതില്ല. അഡ്മിഷൻ കിട്ടിയവരും ഫ്രീ എക്സിറ്റ് എടുത്തവരൊന്നും ഇനി വീണ്ടും പൈസ അടയ്ക്കേണ്ടതില്ല. ഓൾ ഇന്ത്യയുടെ 2ാം ഘട്ടത്തിൽ അവർ വെറുതെ 21-ാം തീയതി തൊട്ട് കയറിയിട്ട് ഓപ്ഷൻസ്, അവരുടെ പ്രയോറിറ്റി ഓപ്ഷൻസ് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ അഡ്മിഷൻ കിട്ടിയവർ 2ാം ഘട്ടത്തിൽ കൊടുക്കുമ്പോൾ കിട്ടിയതിനേക്കാളും നല്ലത് മാത്രമേ കൊടുക്കാവുള്ളൂ. ഫ്രീ എക്സിറ്റ് എടുത്തവർ അവർക്ക് റിസ്ക്കാണ് അല്ലേ, ഒരു സീറ്റ് കിട്ടിയിട്ട് വേണ്ടെന്ന് വെച്ചവരാണ്. അപ്പോൾ അവർ വീണ്ടും എല്ലാ ഓപ്ഷനും തന്നെ കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. സീറ്റ് നഷ്ടപ്പെടും, പക്ഷേ പൈസയും നഷ്ടപ്പെടുകയില്ല, അടുത്ത റൗണ്ടിൽ പങ്കെടുക്കാനുള്ള അവസരവും നഷ്ടപ്പെടുകയില്ല. കോളേജിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മാത്രം മതിയാകും. സാർ, ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒന്നും കിട്ടാത്ത കുറച്ച് ആളുകൾ കൂടി തീർച്ചയായിട്ടും. അപ്പോൾ അവരിനി എങ്ങനെയാണ് ഇതിനെ പ്രതീക്ഷ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഓൾ ഇന്ത്യയുടെ നമ്മൾ പറഞ്ഞു 21,000 വരെയാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ESIയുടെ 31,000 വരെയാണ് വന്നിരിക്കുന്നത്, അതുപോലെ BDS 38,000 വരെയാണ് വന്നിരിക്കുന്നത്. ഡീംഡ് മെഡിക്കൽ കോളേജിൽ അമൃതയിലൊക്കെയാണ് 2,33,000 വന്നിരിക്കുന്നത്. അമൃതയുടെ BDS ആയതുകൊണ്ട് 3,38,000 വരെയൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സീറ്റിന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ 2ാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത്, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 21-ാം തീയതിയാണ്, മാറുമെന്നറിയില്ല. അങ്ങനെ 2ാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവരെ പോലെ അവർ ഓൾറെഡി ഫീസൊക്കെ അടച്ചവരാണ്. അവർക്ക് മുഴുവൻ ഓപ്ഷൻസും, അവർക്ക് താല്പര്യമുള്ള മുഴുവൻ ഓപ്ഷൻസും കൊടുക്കാനുള്ള അവസരമുണ്ട്. ഇപ്പം ഈ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു കോളേജിൻ്റെ പ്രിഫറൻസ് ഓർഡർ എടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം സാധ്യത എത്രയുണ്ടെന്നറിയാം. അതനുസരിച്ച് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കാനൊക്കെ ഉള്ള അവസരം 2ാം ഘട്ടത്തിൽ ഇവർക്കും ഉണ്ട്. ഇപ്പോൾ ഒരു സീറ്റ് കിട്ടിയിട്ടില്ല എന്നോർത്ത് പേടിക്കേണ്ടതില്ല. 2ാം ഘട്ടത്തിൽ കൂടുതൽ ഓപ്ഷൻസ് കൊടുത്ത് അലോട്ട്മെൻറ്റിനെ അഭിമുഖീകരിക്കുക. ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിക്കാരും 2ാം റൗണ്ടിൽ കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്.
സാർ ഇപ്പോൾ ഓൾ ഇന്ത്യയിൽ 21,000 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി എത്ര വരെ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ കാറ്റഗറി വൈസ് ഒക്കെ ആണെങ്കിലും? തീർച്ചയായിട്ടും ഇപ്പം നിലവിൽ സീറ്റുകളുടെ വർധനവ് വരുന്നില്ല എങ്കിൽ, അതായത് ഓരോ വർഷവും 10,000 സീറ്റുകൾ വെച്ച് കൂടുമെന്ന് പറഞ്ഞിരുന്നു. ആ സീറ്റ് വർധനവ് വരുന്നില്ല എങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു 25,500 ഒരു 25,500 കൊണ്ട് ഓൾ ഇന്ത്യയിൽ ജനറൽ വിഭാഗത്തിനും OBC വിഭാഗത്തിനുമൊക്കെ സീറ്റുകൾ തീരാനാണ് സാധ്യത. EWS വിഭാഗം ഏതാണ്ട് 28,000 വരെ MBBS സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ. ആന്ധ്ര, തെലങ്കാന, ആസാമൊക്കെ ആയിരിക്കും ആ റേഞ്ചുകളിലൊക്കെ വരാനുള്ള സാധ്യത. കാരണം ഇപ്പോൾ 20,900 വരെയാണ് തെലങ്കാന നിൽക്കുന്നത്. അപ്പോൾ അത് തന്നെയായിരിക്കും ഒരു 25,000 ഒക്കെ റേഞ്ചിൽ വരാനുള്ള സാധ്യത ആസാമും. പിന്നെ നാഗാലാൻഡ്, ത്രിപുരയൊക്കെ എല്ലാം ഏതാണ്ട് ആ റേഞ്ചിൽ തന്നെ ആയിരിക്കും സീറ്റുകളുടെ വർധനവ് വരുന്നില്ലെങ്കിൽ. ESI ഇപ്പം 31,000 തീർന്നിരിക്കുന്നത് ഓപ്പൺ കോട്ട. OBC കോട്ട 35,000. അത് ഓപ്പൺ കോട്ട ഒരു 40,000 വരെയും OBC ഒരു 45,000 വരെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, പുതിയതായിട്ട് കോളേജുകൾ വരുന്നില്ല എങ്കിൽ. ഡീംഡ് കോളേജുകളിൽ സെക്കൻഡ് റൗണ്ടിൽ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം കൂടുതലായിട്ട് കുട്ടികൾ ഓപ്ഷൻ കൊടുക്കും മറ്റ് സ്റ്റേറ്റുകളുടെയൊക്കെ കോളേജുകൾ നോക്കിയിട്ട്. അപ്പം ഡീംഡ് കോളേജിലെ BDSന് ഒത്തിരി വ്യത്യാസങ്ങൾ വരും, കൂടുതൽ ആൾക്കാർക്ക് കിട്ടും. പക്ഷേ MBBSന് കൂടുതൽ കോളേജുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം മറ്റു സ്റ്റേറ്റുകളിലൊക്കെ മാനേജ്മെൻറ്റ് സീറ്റ് നോക്കിയിട്ട് കിട്ടാത്തവരെല്ലാവരും സെക്കൻഡ് റൗണ്ടിലൊക്കെ ഡീംഡ് കൊടുക്കുന്നവർ ചിലപ്പം നമ്മുടെ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് അത്രയും തന്നെ റാങ്ക് വന്നോളണമെന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ സീറ്റ് എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. അവർ ഫ്രീ എക്സിറ്റ് എടുത്തിട്ട് അത്ര ഉപയോഗം ഉണ്ടാവും തോന്നുന്നില്ല. അപ്പം 2025 നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഇടപെടലുണ്ടായില്ലെങ്കിൽ 2024 പോലെ തന്നെ ആവർത്തിക്കാനാണ് സാധ്യത നിലവിലിപ്പോൾ. പക്ഷേ സീറ്റുകൾ കൂടാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. സാർ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വളരെ നിർണായകമായിട്ട് വന്നിരിക്കുകയാണ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ചില വിദ്യാർത്ഥികൾക്ക് അത് ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. ഇത് എടുക്കണോ അതോ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഒരു ടീംഡ് ആണെങ്കിലും ഞങ്ങൾ ഒരു അഡ്മിഷനായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും എല്ലാവരുടെയും സംശയം തന്നെ അത് തന്നെയാണ്. കാരണം ഇപ്പം ഈ സീറ്റ് കിട്ടി, അപ്പോൾ ഇതിനേക്കാളും നല്ലത് കിട്ടുമല്ലോ, അപ്പോൾ ഇതിന് പോകണോ? ഈ ഒരു പ്രോസസ്സിൽ ഇപ്പം പോയി കഴിഞ്ഞാൽ ഈ യാത്രാ ചെലവ്, അവിടെ കുറേ ഫീസ് അടയ്ക്കണം, ആ ഫീസ് തിരിച്ച് കിട്ടുമോ, അങ്ങനെയുള്ള എല്ലാവരും വേവലാതികളിലാണ്. പക്ഷെ നമുക്ക് ഒരു സീറ്റ് കിട്ടി, ആ സീറ്റിനെ എടുക്കുന്നത് തന്നെയാണ്, അത് എടുക്കണ്ട എന്ന് പറയാൻ നമ്മളാരും അല്ല. എടുക്കണം. എടുത്തു കഴിഞ്ഞിട്ടാണ് അടുത്ത അലോട്ട്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ എടുക്കണ്ടാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൻ്റെ ട്രയൽ വന്നതുകൊണ്ട്, കർണാടകത്തിൻ്റെ സ്റ്റേറ്റ് കോട്ടയുടെയൊക്കെ ട്രയൽ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇന്നതാണ് കിട്ടുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഉള്ളവർ മാത്രം, കേരളത്തിലൊരു ബെറ്റർ ഓപ്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളവർ മാത്രം ഇതിലെടുക്കേണ്ട കാര്യമില്ല. അല്ലാത്തവരെല്ലാം ആ കോളേജിൽ ചെല്ലുകയും ഇനി അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ പോലും ആ കോളേജിൻ്റെ സാഹചര്യം എന്താണ്, അഡ്മിഷൻ പ്രൊസീജിയർ എന്താണ്, ഇത് എത്ര ദൂരമുള്ള കോളേജുകളാണ്, ഈ കോളേജിൽ തന്നെ അടുത്താണ് നമുക്ക് ഓപ്ഷൻ വെക്കണോ എന്നൊക്കെ ഒരു അഡ്മിഷൻ്റെ ഒരു പ്രൊസീജിയർ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം നമ്മൾ നീറ്റ് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു സീറ്റ് കിട്ടിയതാണ്, ഒരു ഗവൺമെൻറ് സീറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ലാഘവത്തോടെ വേണ്ടാന്ന് വെക്കുന്നത് അത്ര ശരിയല്ല എന്നാണ് എനിക്ക് അഭിപ്രായം. പിന്നെ വളരെ ദൂരെയാണ്, ഇപ്പോൾ ആന്ധ്രയുടെയൊക്കെ റിമോട്ട് ഏരിയ ആണ്, 10,600 കിലോമീറ്റർ ദൂരമൊക്കെ ഉണ്ടെങ്കിൽ ശരിയാണ്. ഇപ്പോൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ വീണ്ടും അടുത്ത ആഴ്ച പോകേണ്ടി വരും സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ഒഴിവാക്കി വെക്കാം. ഒരു 15,000 അപ്പുറത്തുള്ളവർക്ക് അത്ര നല്ലൊരു റിമോട്ട് ഏരിയക്കാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ വേണ്ടെന്ന് വെക്കാം എന്നുള്ളതല്ലാതെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ രീതി. കാരണം കേരളത്തിൽ വേറെ സാധ്യതയൊന്നുമില്ല, മറ്റ് സ്റ്റേറ്റുകളിൽ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴി അഡ്മിഷൻ എടുക്കുന്നതാണ് നല്ലത്. ഡീംഡുകാർ എന്താണെങ്കിലും എടുക്കുന്നത് നല്ലത്. ഞാനത് മുമ്പ് തന്നെ പറഞ്ഞു. കാരണം ഡീംഡിൽ ഇനി അങ്ങോട്ട് വരും തോറും കൂടുതൽ ആവശ്യക്കാർ കൂടുകയുള്ളൂ. അത് എടുത്തിട്ട് തന്നെ ഹയർ ഓപ്ഷനിലോട്ട് നോക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഇനി ഇതിനേക്കാളും ബെറ്റർ കിട്ടുമെന്നുള്ളത് നോക്കിയിരിക്കുന്നത് ESI IP-കാരും ESI IP വാർഡുകാർക്കും നിർബന്ധമായിട്ട് സീറ്റ് എടുക്കണം. അല്ലെങ്കിൽ ഇനി ഇത്രത്തോളം ബെറ്ററായിട്ട് ചിലപ്പോൾ കിട്ടിക്കോളും നിർബന്ധമില്ല. ഡീംഡും അതുപോലെ തന്നെയാണ്, BDSും അതുപോലെ തന്നെയാണ്, MBBS ആണെങ്കിലും BDS ആണെങ്കിലും അതുപോലെ തന്നെയാണ്. അഡ്മിഷൻ എടുക്കുന്നത് തന്നെയാണ് അതിൻ്റെ രീതി. എടുത്തിട്ട് മാറാമല്ലോ, സ്റ്റേറ്റിലോട്ട് വേണേൽ മാറാം, ഓൾ ഇന്ത്യ കോട്ടയുടെ സെക്കൻഡിലോട്ട് മാറാം, തേർഡിലോട്ട് മാറാം. അതുകൊണ്ട് ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്നത് അതാത് സ്റ്റേറ്റുകളിൽ ഒരവസരം ഉണ്ടെങ്കിൽ അതിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ഒരു അവസരമാണ്. ഓൾ ഇന്ത്യ കോട്ട സ്കിപ്പ് ചെയ്ത് പോകേണ്ടതല്ല. കോളേജൊക്കെ ഒന്ന് പോയി കാണുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ചിന്തകൾ തന്നെ മാറും.
നമ്മുടെ കുട്ടികളുണ്ടോ, നമ്മുടെ ഈ ഹോസ്റ്റൽ സൗകര്യങ്ങൾ എങ്ങനെയുണ്ട്, ആ ഹോസ്പിറ്റൽ എങ്ങനെയുണ്ട്, ഇവിടത്തേക്കായാലും കൂടുതലാണോ, നമുക്ക് മെച്ചമുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് അറിയാനെങ്കിലും പറ്റുമല്ലോ. തീർച്ചയായിട്ടും സാഹചര്യം അനുകൂലമാണെങ്കിൽ പോകണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. സർ, ഇപ്പോൾ സപ്പോസ് അങ്ങനെ ഒരു കോളേജിൽ നമ്മൾ പോയി ചേർന്നു എന്നിരിക്കുമ്പോൾ ഫീസൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ടോ? നമുക്കിപ്പം ഓൾ ഇന്ത്യ ലെവൽ ഗവൺമെൻറ് മേഖലയിലാണ് ചേരുന്നതെങ്കിൽ നമ്മളിപ്പോൾ ബില്ലിംഗ് നെസസ് പറയുന്നുണ്ട്, അടുത്ത റൗണ്ടിലോട്ട് മാറാമെന്ന് പറഞ്ഞു. അടുത്ത റൗണ്ടിൽ പുതിയൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സീറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടുന്ന് സർട്ടിഫിക്കറ്റുകളും പൈസയും എല്ലാം അന്ന് തന്നെ തിരിച്ചു തരാനായിട്ടുള്ള സാഹചര്യമാണുള്ളത്. ആ പ്രിൻസിപ്പളിന് തിരിച്ചു തരികയും ചെയ്യാം. 99% അന്ന് തന്നെ തിരിച്ചു തരികയും ചെയ്യും. ഡീംഡൊക്കെ അന്ന് തന്നെ തിരിച്ചു തരും. പിന്നെ ചില ഗവൺമെൻറ് കോളേജുകൾ അഡ്മിഷൻ പ്രൊസീജിയർ തീർന്നിട്ടേ തരുവുള്ളെന്ന് പറയും. അപ്പം ഇപ്പോൾ തമിഴ്നാട്ടിലൊരു കോളേജാണ് നമ്മൾ 18,000 രൂപയാണ് ട്യൂഷൻ ഫീസായിട്ട് അടയ്ക്കുന്നത്. ഏതാണ്ടൊരു 15,000 20,000 രൂപയാണ് അഡീഷണൽ ഫീസായിട്ട് അടയ്ക്കുന്നത്. അപ്പോൾ ആ അഡീഷണൽ ഫീസായിട്ട് അടയ്ക്കുന്നത് അവർ അന്ന് തന്നെ തിരിച്ചു തരും. കോളേജിലടച്ച പൈസ അവർ പറയും, ചില കോളേജുകൾ മാത്രം ഈ അഡ്മിഷൻ പ്രൊസീജിയർ മുഴുവൻ തീർന്നിട്ടേ തരുള്ളൂ എന്ന് പറയും. അത് പിന്നെ ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് പേരൻസും വലുതായിട്ട് കണക്ക് കൂട്ടുകയില്ല, കാരണം അവർക്ക് തിരിച്ചു വന്ന് അടുത്ത കോളേജ് ചേരേണ്ടതുകൊണ്ട്. നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല. വലിയ എമൗണ്ട് ഉള്ളതെല്ലാം തിരിച്ചു തരും. ചെറിയ എമൗണ്ടുകൾ അവർ അഡ്മിഷൻ പ്രൊസീജിയർ തീർന്നു കഴിഞ്ഞിട്ട് തരാമെന്ന് സാധാരണ പറയാറുണ്ട്. അത് ചില കോളേജുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അഡ്മിഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലതെന്നുള്ള അഭിപ്രായം നമുക്കുണ്ട്. അല്ലാതെ ഫീസ് നഷ്ടപ്പെടും എന്നുള്ള സാഹചര്യം വിചാരിച്ച് പോകാതിരിക്കേണ്ടതല്ല. അഡ്മിഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. നിയമപരമായിട്ട് നമുക്ക് അന്ന് തന്നെ പൈസ തിരിച്ചു തരാനായിട്ടും നിയമം അതിൻ്റെ അനുസരിക്കുന്നുണ്ട്. പിന്നെ ചില കോളേജുകൾ തരില്ല എന്ന് മാത്രം. എന്നാലും അത് അടുത്ത മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു തരികയും ചെയ്യും. സർ, ഇപ്പോൾ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. അതിൽ അവർക്കൊരു സീറ്റ് കിട്ടി. പക്ഷേ കേരളത്തിലേക്ക് പിന്നീട് ഇപ്പോൾ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓൾ ഇന്ത്യയുടെ വന്നു, നമ്മൾ പോയി ചേരുന്നു. ഈ 18-ാം തീയതി കേരളത്തിൻ്റെ ഫസ്റ്റും വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ട്രയൽ ഓൾറെഡി വന്നുകൊണ്ട് എല്ലാവർക്കും ഇവിടുത്തെ സാഹചര്യം എന്താണെന്ന് അറിയാം. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ പോവില്ല, കേരളത്തിലൊരു സീറ്റ് കിട്ടുന്നവർ പോവില്ല. ഇനി അഥവാ അങ്ങനെയല്ല, കേരളത്തിലൊരു സീറ്റ് അതിന് ശേഷം 18-ാം തീയതി വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് പോരാ, കുഴപ്പമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് TC ഇഷ്യൂ ചെയ്യാനായിട്ട് അവർക്ക് പറ്റും, വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. പിന്നെ സാധാരണ അങ്ങനെ ആരും പോകാറില്ല, കാരണം കേരളത്തിൻ്റെ ട്രയൽ വന്നതുകൊണ്ട് കേരളത്തിലിവിടെ എന്ത് സീറ്റാണ് കിട്ടുന്നതെന്ന് അറിയാം. അപ്പോൾ കേരളത്തിൽ താല്പര്യമുള്ളവർ ഓൾ ഇന്ത്യ ഫസ്റ്റ് ഫ്രീ എക്സിറ്റ് എടുക്കും, കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ അങ്ങ് ചേരും. കേരളത്തിൽ അങ്ങനെ താല്പര്യമുള്ളവർക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയി ചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാം. ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് തൊട്ടാണ് പിന്നീട് റിസഗ്നേഷൻ അനുവദിക്കാത്തത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റിലോട്ട് മാറാൻ സാധാരണ അനുവദിക്കാറില്ല. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ചില സ്റ്റേറ്റുകളിൽ അലോട്ട്മെൻറ്റ് നടക്കാത്തതുകൊണ്ട് അപ്പോഴും അനുവദിച്ചായിരുന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിലോട്ട് അനുവദിച്ചായിരുന്നു. ഓൾ ഇന്ത്യയുടെ തേർഡ് അലോട്ട്മെൻറ്റിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സ്റ്റേറ്റിലോട്ട് മാറാൻ അനുവദിക്കുകയില്ല. അപ്പം സെക്കൻഡ് വരെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നിൽക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ തിരിച്ച് അങ്ങോട്ട് പോകാൻ സ്റ്റേറ്റിൽ നിന്ന് 3ാമത്തെ അലോട്ട്മെൻറ്റ് വരെ വേണം ഓൾ ഇന്ത്യയിലോട്ട് മാറുകയും ചെയ്യാം. നമുക്ക് ചില എമൗണ്ടുകൾ, എൻട്രൻസ് കമ്മീഷനൊക്കെ അടയ്ക്കുന്ന എമൗണ്ടുകളൊക്കെ നഷ്ടപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു അലോട്ട്മെൻറ്റിനെ ഫേസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടിയ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ചേരുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള നിയമങ്ങൾ എന്താണോ അതനുസരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ചേരാതെ മാറി നിൽക്കുന്നത് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. സർ, ഇപ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ഒക്കെ കിട്ടി, അപ്പോൾ നമ്മൾ ഈ കോളേജുകളിലേക്കൊക്കെ പോകുമ്പോൾ സർട്ടിഫിക്കറ്റുകൾക്ക് വലിയ പ്രാധാന്യം. തീർച്ചയായിട്ടും, കാരണം ഇപ്പോഴാണല്ലോ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞു, ഇതിനെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫിക്കേഷനാണ് ആദ്യം തന്നെ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കരുതണം? നമുക്ക് ഓരോ കോളേജുകളുടെയും വെബ്സൈറ്റിൽ 2025-26 അഡ്മിഷൻ ലെറ്ററായിട്ട് അവർ തരും. ആ അഡ്മിഷൻ ലെറ്ററിനകത്തുള്ളത് 10th 12th അതുപോലെ തന്നെ TC, കോണ്ടാക്റ്റ്, മൈഗ്രേഷന്, നീറ്റിൻ്റെ സ്കോർ കാർഡ്, നീറ്റിൻ്റെ ഹോൾ ടിക്കറ്റ്, ഈ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലെറ്റർ, പിന്നെ നമ്മുടെ റിസർവേഷൻ അനുസരിച്ചാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഫോട്ടോ കോപ്പികൾ, അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ സോഫ്റ്റ് കോപ്പികൾ നമ്മുടെ USB ഡ്രൈവിനകത്ത്, അങ്ങനെയുള്ളതാണ് സാധാരണയുള്ള സർട്ടിഫിക്കറ്റുകൾ തന്നെ. പിന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഈ സ്റ്റേറ്റുകൾക്കൊക്കെ അവിടുത്തെ ലോക്കൽ അഡ്മിഷനെ കുറിച്ച് അറിയാവുള്ളൂ. ഇപ്പോൾ കർണാടകത്തിലൊരു അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, അല്ല ആന്ധ്ര തെലുങ്കാനയിൽ എടുക്കുകയാണെങ്കിൽ, അല്ല തമിഴ്നാട്ടിലാണ് എടുക്കുന്നതെങ്കിൽ അവരെപ്പോഴും അവരുടെ സൈറ്റിനകത്ത് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റ് കോട്ട വഴി അഡ്മിഷൻ എടുക്കുന്നവരുടെ ലെറ്ററാണ്. അപ്പോൾ അതിനകത്ത് ചില സർട്ടിഫിക്കറ്റുകളൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതുണ്ടാവും.
അതൊക്കെ പിന്നെ നമുക്ക് ഈ ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ആയതുകൊണ്ട് അവർക്കറിയാം. ഈ നമ്മളിപ്പോൾ പറഞ്ഞ മെയിനായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യങ്ങൾ. ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം ക്ലാസ് തുടങ്ങുമ്പോൾ കൊടുക്കാനായിട്ട് സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളിപ്പം നിലവിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ അഡ്മിഷൻ താമസിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ 10th 12th TC കോൺടാക്റ്റ് മൈഗ്രേഷൻ, നീറ്റിൻ്റെ സ്കോർ കാർഡ്, നീറ്റിൻ്റെ ഹോൾ ടിക്കറ്റ്, ഇപ്പോൾ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് ലെറ്റർ വെച്ചിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുക. അപ്പം ബാക്കി പോരായ്മയുള്ള സർട്ടിഫിക്കറ്റുകൾ അവർ പറയും. അത് നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്തൊക്കെ കൊടുക്കാനായിട്ട് അനുവദിക്കും. അതിന് നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ 18ാം തീയതി 4 മണിക്കുള്ളിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. അവിടെ ആപ്ലിക്കേഷൻ ഫോമുണ്ട്, പ്രൊസീജിയറുകളുണ്ട്. ഇപ്പം മെഡിക്കൽ ഫിറ്റ്നസ് ഒക്കെ ആണെങ്കിലും ഓൾ ഇന്ത്യ ലെവലായതുകൊണ്ട് എല്ലാ കോളേജിലും ആ കോളേജിൽ തന്നെയാണ് എടുക്കേണ്ടത്. ആ അഡ്മിഷൻ പ്രൊസീജിയർ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഫീസ് അടയ്ക്കേണ്ട കാര്യങ്ങളെല്ലാം അവരവരുടെ അതാത് കോളേജിൻ്റെ വെബ്സൈറ്റിലുണ്ടാവും. ആ ഫീസും കോളേജിൻ്റെ കൗണ്ടറിൽ തന്നെ നമുക്ക് ഓൾ ഇന്ത്യയിലല്ല, നമ്മൾ കോളേജിൻ്റെ കൗണ്ടറിൽ തന്നെ ഫീസ് അടയ്ക്കേണ്ടത്. അവിടെ തന്നെ പോയി ഫീസ് അടയ്ക്കുക. ബാക്കിയുള്ള അതാത് സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ എന്തെങ്കിലും കൂടുതലായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അതിന് നമുക്ക് സാവകാശം ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ആന്ധ്ര തെലുങ്കാനയൊക്കെ എടുക്കുമ്പോൾ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് വേണ്ടത് അവിടെ ചെല്ലുമ്പം അഡ്മിഷന് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ഫോർമാറ്റ് തരും. ആ ഫോർമാറ്റുമായിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത ആളാണെങ്കിൽ പാലായിലാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് വേണേൽ വെരിഫിക്കേഷൻ മേടിക്കാം, ഒരു വർഷം എന്താ പഠിച്ചതെന്നുള്ളത്. പിന്നെ നാട്ടിലുള്ള തഹസീൽദാരെ കൊണ്ട് നമുക്കത് സൈൻ ചെയ്ത് മേടിക്കാം. അതൊക്കെ പിന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ കൊടുത്താൽ മതിയാവും. ഫിറ്റ്നസ് അതാത് കോളേജുകൾ തന്നെയാണ് നോക്കുന്നത്. വാക്സിനേഷൻ അങ്ങനെയുള്ളതൊന്നും ഓൾ ഇന്ത്യ ലെവലിൽ സാധാരണ പറയാറില്ല. അതൊക്കെ ക്ലാസ് തുടങ്ങുമ്പോൾ അതാത് കോളേജിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ടാവും. സാർ, ഇപ്പോൾ പലതരത്തിലുള്ള ബോണ്ടുകളുണ്ടെന്നുള്ളത് അതെ, നമ്മൾ ഇത് തന്നെയാണ് ഈ സ്റ്റേറ്റ് അലോട്ട്മെൻ്റ് ആണല്ലോ അവർ നടത്തുന്നത്. അപ്പോൾ ആ നിയമങ്ങളാണ് അവർക്കറിയാവുന്നത്. അതുകൊണ്ട് പല രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഫോമുകളുണ്ട്. ഈ ഡിസ്കണ്ടിന്യൂ ചെയ്യലെന്നുള്ള ബോണ്ടുണ്ട്, ആൻറ്റി റാഗിങ്ങിൻ്റെ ഉണ്ട്. അതെല്ലാം നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഫോർമാറ്റുകൾ ലഭിക്കും. അതനുസരിച്ച് നമുക്ക് തയ്യാറാക്കി ക്ലാസ് തുടങ്ങുമ്പോൾ കൊണ്ടുപോകാനുള്ള സാവകാശം ലഭിക്കും. ഈ സ്റ്റാമ്പ് പേപ്പറാണ് ഇപ്പോൾ എല്ലാം വേണ്ടത്. അതിനൊക്കെ അതാത് കോളേജുകളിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങളും ഉണ്ട്. എവിടെ നിന്നാണ് എടുക്കേണ്ടത്, ആരെക്കൊണ്ടാണ് ഷുവർട്ടികളെ സൈൻ ചെയ്യിപ്പിക്കേണ്ടതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഷുവർട്ടിയൊക്കെ ആയിട്ടുള്ള ബാക്കിയുള്ളവരൊക്കെ ഒപ്പിടണമെങ്കിൽ അതൊക്കെ ആ സമയത്ത് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ചെയ്തുകൊണ്ട് പോയാൽ മതിയാകും. ഇപ്പം അതിനൊന്നും ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതൊക്കെ നമുക്ക് സാവകാശം ലഭിക്കും. ബോണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 5.5 വർഷത്തിനിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള ബോണ്ട് മാത്രം മതിയാവും. ആൻറ്റി റാഗിങ് വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേക വെബ്സൈറ്റ് ഉണ്ടല്ലോ, അത് ചെയ്താൽ മതിയാകും. അപ്പോൾ പ്രധാനപ്പെട്ടത് അതാത് കോളേജിൻ്റെ വെബ്സൈറ്റ് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സാർ, ഇപ്പോൾ ഈ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ അതിന് പ്രൊസീജിയറിനൊക്കെ എത്ര സമയമെടുക്കും? ഇപ്പോൾ ഒരു ദിവസത്തേക്ക് നിൽക്കാൻ പോകണോ അതോ ഒന്നിലധികം ദിവസങ്ങൾ എടുക്കുമോ? ഇതിനെക്കുറിച്ചൊരു വ്യക്തമാണ്. തീർച്ചയായിട്ടും നമുക്കൊരു 2 ദിവസമെങ്കിലും നമ്മൾ കരുതണം. നമ്മൾ പറഞ്ഞു, നമ്മൾ മെഡിക്കൽ സാധാരണ ഇതൊരു ദിവസമേ ഉള്ളൂ. രാവിലെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ തീർക്കാനുള്ള പ്രൊസീജിയറേ ഉള്ളൂ. എങ്കിൽ പോലും നമ്മളൊരു 2 ദിവസം കരുതിയേ പോകാവുള്ളൂ. അതുകൊണ്ട് ഈ ലാസ്റ്റ് ദിവസത്തിന് വേണ്ടിയിട്ട് ദയവായിട്ട് മാറ്റി വെക്കരുത്. നമ്മൾ കഴിവതും ഒരു ദിവസമെങ്കിലും നേരത്തെ തന്നെ ചെന്ന് നമ്മുടെ അഡ്മിഷനുകളെല്ലാം ചെയ്യുന്നത് തന്നെയാണ് രീതി. ഇപ്പോൾ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കുറവുണ്ടെങ്കിൽ തന്നെ നമുക്ക് പരിഹരിക്കാൻ സമയമുണ്ടല്ലോ. അതുകൊണ്ട് കഴിവതും നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. 2 ദിവസമെങ്കിലും ചിലപ്പം ചില കോളേജുകളിൽ മെഡിക്കൽ ഫിറ്റ്നസ് ഒക്കെ എടുക്കാനായിട്ടൊക്കെ ചിലപ്പോൾ 2 ദിവസം മാക്സിമം എടുക്കാറുണ്ട്. ഇതിന് ഈ അഡ്മിഷൻ എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് ഒപ്പിട്ട് മേടിക്കാനൊക്കെ ഉണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കയറി ഇറങ്ങാനൊക്കെ ഉണ്ട്. കാരണം ഇതിന് അഡ്മിഷൻ എടുക്കുന്നതിന് നല്ലൊരു പ്രോസസ്സ് തന്നെയുണ്ട്. സമയം എടുത്ത് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അവിടെ തന്നെ കോളേജിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനൊക്കെ സമയം എടുക്കുന്നത് തന്നെയാണ്. അതാണ് നമ്മൾ ഫോട്ടോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു 5-10 ഫോട്ടോ എങ്കിലും നമ്മൾ കൈ കരുതണം. ഇതിനകത്തെല്ലാം ഒട്ടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യണം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സൈൻ ചെയ്തൊക്കെ മേടിക്കണം. ധാരാളം സമയം എടുക്കുന്നതാണ്. നോർമലി ഒരു ദിവസം കൊണ്ട് തീരുന്നതാണെങ്കിലും നമ്മൾ 2 ദിവസമെങ്കിലും കരുതി പോകുന്നതാണ് നല്ലത്. ലാസ്റ്റ് ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ യാത്ര മാറ്റി വെക്കുന്നത് അത്ര നല്ലതല്ല എന്ന് മാത്രം. പക്ഷേ ഇതിപ്പം വളരെ തിടുക്കപ്പെട്ട് വന്നതുകൊണ്ട് 18ാം തീയതി രാവിലെ റിപ്പോർട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് 18ാം തീയതി വൈകുന്നേരം കൊണ്ട് അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്കൊരല്പം താമസിച്ച് പോയെന്ന് വിചാരിച്ചാലും നമ്മളന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മുടെ അഡ്മിഷൻ കിട്ടാതെ പോകുന്നില്ല. 18ാം തീയതി ചെന്നാലും ധാരാളം നമുക്ക് അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നേരത്തെ പോകണം നിർബന്ധമില്ല. 18ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിലെങ്കിലും ആ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സാർ, ഇപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് അവധി ദിവസങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ 15ാം തീയതി സ്വാതന്ത്ര്യദിനം വരുന്നുണ്ട്, സൺഡേ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദിവസങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു കരുതൽ എങ്ങനെയായിരിക്കണം പോകുമ്പോൾ?
തീർച്ചയായിട്ടും ഈ MCCയുടെ റൂൾ അനുസരിച്ച്, അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ റൂൾ അനുസരിച്ച് എല്ലാ ദിവസവും അഡ്മിഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് നിർബന്ധം. അതിന് വേണ്ടിയിട്ട് ഓഫീസ് വർക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കുറേയധികം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമുക്ക് ചെല്ലാനായിട്ടുണ്ട്, കുറേയധികം ഡോക്ടേഴ്സിന് സൈൻ ചെയ്ത് മേടിക്കാനുണ്ട്. അപ്പോൾ ഈ അവധി ദിവസങ്ങളാണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വർക്ക് ചെയ്യുകയില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സാങ്കേതികമായിട്ടൊക്കെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരും. ഇപ്പം മെഡിക്കൽ ഫിറ്റ്നസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ബോണ്ട് തയ്യാറാക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് അവധി ദിവസങ്ങളാണെങ്കിൽ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും വർക്ക് ചെയ്യത്തില്ല. നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഓഫീസിൽ മാത്രം പോയി ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ അഡ്മിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചെല്ലണ്ട എന്ന് മാത്രമേ പറയുകയുള്ളൂ. നമ്മുടെ ഇതനുസരിച്ച് എല്ലാ ദിവസവും വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ദിവസം കൊണ്ട്, ഒരു അവധി ദിവസം മാത്രം ചെന്ന് നമുക്ക് അഡ്മിഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യാനാവില്ല. അവധി ദിവസമാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ പിറ്റേ ദിവസം കൊണ്ട് നിൽക്കാനായിട്ട് വേണം നമ്മൾ കരുതി പോകാൻ. 15-ാം തീയതി പോകുന്നുണ്ടെങ്കിൽ 16-ാം തീയതി കൂടെ അവിടെ നിൽക്കാൻ തയ്യാറാവണം. 17-ാം തീയതി ഞായറാഴ്ചയാണ് പോകുന്നതെങ്കിൽ 18-ാം തീയതി കൂടെ അവിടെ നിൽക്കാൻ തയ്യാറായിട്ടേ പോകാവുള്ളൂ. കാരണം നമ്മുടെ എല്ലാ പ്രൊസീജിയേഴ്സും അവധി ദിവസം കംപ്ലീറ്റ് ചെയ്ത് കിട്ടില്ല. പക്ഷേ നിയമപരമായിട്ട് ഓഫീസ് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അവധി ദിവസമാണ് പോകുന്നതെങ്കിൽ പിറ്റേ ദിവസം കൂടെ നിൽക്കാൻ തയ്യാറായിട്ട് വേണം പോകാൻ. അത്രയേ ഉള്ളൂ. സാർ, ഇനി രണ്ടാമത്തെ അലോട്ട്മെൻറ്റ്, അതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. തീർച്ചയായും അതാണ് റിസ്ക് ഉള്ള ഫാക്ടറും. അപ്പോൾ ആദ്യം നമ്മളെല്ലാ കോളേജും വെക്കുക ചെയ്തത്. രണ്ടാമത്തെ അലോട്ട്മെൻറ്റാണ് ഇതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് കാത്തിരിക്കുന്ന ഒരുപാട് ഇപ്പോൾ കിട്ടിയവരുണ്ട്, ഇനി കിട്ടാൻ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത്? ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് 2025 ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. അത് ഓൾ ഇന്ത്യ കോട്ട MBBS ആവാം, ഓൾ ഇന്ത്യ BDS ആവാം, ESI കോട്ടയാവാം, ഡീംഡ് ആകാം, എയിംസ് ആവാം, ജിപ്മർ ആവാം, എന്താണ് സാധ്യത എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പം ഒരു 5000 റാങ്കുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കേരളത്തിൽ എന്താണ് കിട്ടുന്നത്, ഓൾ ഇന്ത്യയിൽ എന്താണ് കിട്ടുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ 5000 റാങ്കുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഒരു 2000 മുതൽ 7000 വരെയുള്ള റാങ്ക് പോയ കോളേജുകൾ എടുക്കുക. അതിൽ താങ്കൾക്ക് കേരളത്തിൽ കിട്ടാനുള്ളതിനേക്കാളും എത്രത്തോളം സാധ്യതകളുണ്ട് എന്നുള്ളത് നോക്കി മനസ്സിലാക്കി ആ കോളേജുകൾ മാത്രം സെക്കൻഡ് റൗണ്ടിലോട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. 10000 റാങ്കുള്ള ആളെ സംബന്ധിച്ചോളം അറിയാം കേരളത്തിൽ സാധ്യതകൾ കുറവാണ്, ഓൾ ഇന്ത്യയിൽ തന്നെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓൾ ഇന്ത്യയുടെ ഒരു 5000 മുതൽ 15000 വരെയുള്ള കോളേജുകളിൽ എൻ്റെ സാധ്യതകൾ നോക്കി മനസ്സിലാക്കണം. പക്ഷേ ഓപ്ഷൻ വെക്കേണ്ടത് അങ്ങനെയൊന്നും അല്ല. ഏറ്റവും ടോപ്പായിട്ടുള്ള കോളേജ് തന്നെയാണ് വീണ്ടും ഓപ്ഷൻ വെക്കേണ്ടത്. കാരണം അവിടെ ഓപ്ഷൻ വെക്കുമ്പോൾ ചിലർ അങ്ങനെ വെക്കും, നമ്മളിപ്പോൾ 5000 തൊട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ 5000 എന്നുള്ള ഓപ്ഷൻസ് പോകും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഏറ്റവും ടോപ്പായിട്ടുള്ള എയിംസ്, ന്യൂഡൽഹി ഉൾപ്പെടെയുള്ള ഓപ്ഷൻ തന്നെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ വെക്കേണ്ട രീതിയല്ല മാറിയിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഏത് കോളേജാണ് കിട്ടുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 10000 റാങ്കുള്ള ആളെ സംബന്ധിച്ചുള്ള ഒരു 5000 മുതൽ 15000 വരെ ഉള്ളതിനകത്ത് നിന്ന് എടുത്തിട്ട് തങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും അടുത്തുള്ള സ്റ്റേറ്റ് ഉള്ളതും ഫീസ് കുറവുള്ളതായിട്ടുള്ള കോളേജിനെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി അതാണ് അയാൾ ഫോക്കസ് ചെയ്യേണ്ടത്. 15000-കാരനും അത് തന്നെ, 20000-കാരനും അത് തന്നെ. 25000-കാരനോട് വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം സാധ്യതകൾ കുറവാണ്, മാക്സിമം ഓപ്ഷൻസ് വെക്കണം. 28000-കാരനാണെങ്കിലും 30000-കാരനാണെങ്കിലും എത്രത്തോളം ഓപ്ഷൻസ് വെക്കാൻ സാധിക്കുമോ അത്രത്തോളം 2025 ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെ നോക്കിയിട്ട് കോളേജുകൾ ഓപ്റ്റ് ചെയ്യണം. കൃത്യമായിട്ടും കോളേജുകളുടെ ഓർഡർ അവർക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ, അപ്പോൾ അത് എളുപ്പമാണ് വെക്കാനായിട്ട്. ബാക്കി ESI ആണെങ്കിലും എല്ലാ ഓപ്ഷൻസും വെക്കുക എന്നുള്ളത് തന്നെ അതുള്ളൂ. BDS ആണെങ്കിൽ 38,000 വരെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ BDSനും അത് തന്നെ എത്രത്തോളം കോളേജുകൾ പോകാൻ പറ്റും, ഒരു 70,000 ആയിരിക്കും ലാസ്റ്റ് തീരുന്നത്. ഇപ്പോൾ BSc നേഴ്സിംഗ് ആണെങ്കിലും ഏതാണ്ട് 1,00,000 വരെയുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് 2,00,000-കാരൊക്കെ ആണെങ്കിൽ മാക്സിമം ഓപ്ഷൻസ് രണ്ടാമത്തെ റൗണ്ടിൽ വെക്കണം. ഇപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതിൽ ഒരു 60-70% അതാത് സ്റ്റേറ്റുകളിലോട്ട് മാറും. അപ്പം മാക്സിമം ഓപ്ഷൻസ് സെക്കൻഡ് റൗണ്ടിൽ മേടിക്കാൻ നോക്കണം, ഒരു കിട്ടാൻ ഉള്ള രീതി നോക്കണം. തേർഡ് റൗണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. സെക്കൻഡ് റൗണ്ടിലായിരിക്കും ഏറ്റവും അധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ മാക്സിമം ഒരു സീറ്റ് എടുക്കാനായിട്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ചിലപ്പം സ്റ്റേറ്റിന് വേണ്ടിയിട്ടൊക്കെ നോക്കി എന്നിട്ട് ഓപ്ഷൻ കുറച്ച് വെക്കാമെന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, മാക്സിമം ഓപ്ഷൻ വെച്ചിട്ട് ഒരു ബെറ്റർ കോളേജ് സെക്കൻഡ് റൗണ്ടിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സാധ്യതയുള്ളൂ. കാരണം മൂന്നാമത്തെ റൗണ്ട് ആകുമ്പോഴേക്കും സീറ്റുകളുടെ എണ്ണം, വേക്കൻസി സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ് സാധാരണ എല്ലാത്തോടും വരുന്നത്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഒരു 10000 സീറ്റ് ഉണ്ടെങ്കിൽ ഒരു 7000 സീറ്റും സെക്കൻഡ് റൗണ്ടിൽ വേക്കൻസി ആയിരിക്കും. പക്ഷേ തേർഡ് റൗണ്ട് വരുമ്പോഴത്തേക്കും ഒരു 1000 സീറ്റേ വേക്കൻസി വരികയുള്ളൂ. സ്ട്രേ വേക്കൻസി വരുമ്പോൾ ഒരു 150 സീറ്റേ വേക്കൻസി വരുള്ളൂ. അതുകൊണ്ട്
അവനവൻ്റെ റാങ്കിനനുസരിച്ചുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ സെക്കൻഡ് റൗണ്ടിൽ ഏത് റാങ്കുകാരും ഏത് കോഴ്സാണെങ്കിലും ഏത് കാറ്റഗറി ആണെങ്കിലും സെക്കൻഡ് റൗണ്ടിൽ എടുക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. ശിവൻ സാർ, കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു ഏറ്റവും മനോഹരമായ ഒരു സംഭവം നമുക്കിവിടെ വിസ്മരിക്കാനാവില്ല. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ഓൾ ഇന്ത്യ കോട്ട വഴി തന്നെ കുട്ടികൾ മാക്സിമം കേരളത്തിലുള്ള കുട്ടികൾ സീറ്റുകൾ എടുത്താൽ നമ്മുടെ ഇവിടെ ബാക്കിയുള്ള കുട്ടികൾക്കും എടുക്കാൻ സാധിക്കുമെന്ന സാറിൻ്റെ വാക്കിനെ ഏറ്റെടുത്ത തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. കേരളത്തിലൊരു ഫസ്റ്റ് ഓപ്ഷൻ, കേരളത്തിലിപ്പം തിരുവനന്തപുരമായിരിക്കാം, കോഴിക്കോടായിരിക്കാം, അല്ലെ കോട്ടയമായിരിക്കാം, കേരളത്തിലൊരു ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നത് ഓൾ ഇന്ത്യ വഴി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു 150-200 വിദ്യാർത്ഥികൾക്ക് അത് ഭയങ്കര ഉപകാരമാകും. ലാസ്റ്റ് റാങ്ക് അതനുസരിച്ച് എല്ലാ കാറ്റഗറികളുടെയും ഒക്കെ മാറി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം കേരളത്തിൽ തന്നെയാണ് പഠിക്കാൻ താല്പര്യം, കേരളത്തിൻ്റെ ഒരു ഫസ്റ്റ് ഓപ്ഷൻ തന്നെ, കേരളത്തിൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ അവർക്ക് കിട്ടും, ഓൾ ഇന്ത്യ വഴി കിട്ടുമെങ്കിൽ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ, ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആകാം, ആ ഫസ്റ്റിലോ സെക്കൻഡിലോ അത് ഓൾ ഇന്ത്യ വഴി എടുക്കുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരുന്നു. നമ്മുടെ കൂട്ടത്തിലിരുന്ന് പഠിച്ചവർക്കും നമ്മുടെ തന്നെ ഒരു സഹോദരിക്കാണ് ആ സീറ്റ് കിട്ടുന്നത്. അത് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ നമുക്കും ബ്രില്യൻറ്റിനും അതൊരു ഉപകാരമാണ്. കാരണം മറ്റൊരു കുട്ടിക്കും കൂടെ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടുകയാണ്. അത് നമ്മുടെ ഗ്രൂപ്പുകളിലാണെങ്കിലും നമ്മളെല്ലാവരോടും പറയുന്നതാണ്. അപ്പോൾ നിങ്ങളോടും അത് തന്നെ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനായിട്ടുള്ളൂ. കേരളത്തിലെ നിങ്ങളുടെ ഒന്നാമത്തെ കോളേജ്, അപ്പം നമുക്കൊരു മറ്റൊരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഇത് മാറ്റണമെന്നുള്ളതല്ല, നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കണമെന്നല്ല, നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടുന്ന ഒന്നാമത്തെ കോളേജ്, അത് കോഴിക്കോടാകാം, തിരുവനന്തപുരമാകാം, കോട്ടയമാകാം, തൃശ്ശൂരാകാം, ഏതാണോ നിങ്ങൾ കേരളത്തിൽ ആഗ്രഹിക്കുന്നൊരു സീറ്റ്, അത് ഓൾ ഇന്ത്യ വഴി ലഭിക്കുമെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ റൗണ്ടിൽ, മൂന്നാമത്തെ റൗണ്ട് വരെ വെയിറ്റ് ചെയ്യാനാവില്ല, ഒന്നാമത്തെ രണ്ടാമത്തെ റൗണ്ടിൽ അത് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ വഴി കിട്ടുമെങ്കിൽ അങ്ങനെ എടുത്താൽ നമ്മുടെ ബാക്കിയുള്ളൊരു കുട്ടികൾക്കും അതൊരു കൂടുതൽ ഉപകാരമായിരിക്കും എന്നുള്ളത് മാത്രം. അത് നിങ്ങളുടെ ആ സമയത്തെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ബാക്കിയുള്ള കുട്ടികൾ ഇപ്പം മാക്സിമം നമുക്കറിയാം ആന്ധ്ര തെലങ്കാന വരെയുള്ളത് നമ്മുടെ മലയാളികൾ ധാരാളം പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സീറ്റ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല, അല്ലേ? ബാക്കി റാങ്കുള്ളവർ ഇപ്പം 25,000-26,000 റാങ്ക് വരെയൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും തെലങ്കാന വരെയുള്ള കോളേജുകൾ നമ്മൾ കുട്ടികളെല്ലാം തന്നെ ബ്രില്യൻറ്റിലെ കുട്ടികളെല്ലായിടത്തും ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോളേജുകൾ ചൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം നീറ്റ് 2025 യഥാർത്ഥത്തിലുള്ളൊരു സാധ്യത രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ 18-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് പൈസ അടച്ച് ഓപ്ഷൻ എടുക്കുക, സീറ്റ് എടുക്കുക. പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ കൂടുതൽ ഓപ്ഷൻസ് കൊടുത്ത് ഏറ്റവും നിങ്ങളുടെ റാങ്കിനും കാറ്റഗറിക്കും അനുസരിച്ചുള്ളൊരു സീറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. സർ, ഇപ്പോൾ എയിംസിൻ്റെ സ്വീകാര്യത അത് വർദ്ധിച്ചു വരുന്നൊരു കാഴ്ചയാണ്. തീർച്ചയായിട്ടും നമുക്കത് അതിശയിപ്പിക്കുന്നതാണ്. കാരണം ഓരോ വർഷം ചെല്ലും തോറും ഏത് എയിംസ് ആണെങ്കിലും, എയിംസ് മധുരയാണെങ്കിൽ പോലും ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ 3500-ൽ എയിംസ് തീർന്നു എന്ന് പറയുമ്പോൾ എയിംസിൻ്റെ കൊടുക്കുന്ന ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ കുട്ടികളും കൊടുക്കുന്ന ഒരു സ്വീകാര്യത നമ്മളെ അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. അത് പ്രൊഫഷണലിസ്റ്റിൻ്റെ കാര്യത്തിലായിരിക്കാം, അക്കാഡമിക്സിൻ്റെ കാര്യത്തിലായിരിക്കാം, ക്യാമ്പസിൻ്റെ കാര്യത്തിലായിരിക്കാം, വ്യക്തിത്വ വികസനത്തിൻ്റെ കാര്യത്തിലായിരിക്കും. സാർ, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം ഇത്രയധികം ഒരു ജനസമ്മതി കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാനാവില്ല. പക്ഷേ ഓരോ വർഷവും അതിലോട്ടുള്ള കുട്ടികളുടെ ഒരു താല്പര്യം ഇത്രയധികം വർദ്ധിച്ചു വരുന്നത് അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇപ്പോഴും എയിംസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളിൽ തന്നെ അവശേഷിക്കുകയാണ്. കേരളത്തിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു, അല്ലേ? 2026-ലെങ്കിലും ഒരു എയിംസ് നമ്മുടെ പേരിലും ഉണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. എയിംസിൻ്റെ സ്വീകാര്യത വളരെയധികം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മലയാളികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇത്രയധികം ഓൾ ഇന്ത്യ ടോപ്പേഴ്സ് ഉണ്ടായിട്ടും മലയാളികൾ അതിൻ്റെ വാല്യൂ എത്രത്തോളം അറിയുന്നുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. എന്തായിരുന്നാലും ഓൾ ഇന്ത്യ ലെവലിൽ എയിംസിൻ്റെ സ്വീകാര്യത എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം അവിടുന്ന് ഇതിൻ്റെ സീനിയേഴ്സ്, അവരുടെ ജ്യേഷ്ഠന്മാർ തന്നെ ആയിരിക്കാം, അല്ല അവരുടെ സുഹൃത്തുക്കളായിരിക്കാം, അവിടുന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് കൊണ്ടായിരിക്കുമല്ലോ അടുത്ത ആൾക്കാർ അത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ
ഈ വാരം ശിവൻ സാറിനൊപ്പം ശരിക്കും തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞത് ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മുടെ എയിംസ് ഡൽഹിയിലെ ഷെഫിൻ മൻസൂറും അതുപോലെ ജിബ്ബർ പോണ്ടിച്ചേരിയിൽ കേരള 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ദീപ്നിയും സാർ, അതുപോലെ തന്നെ നമുക്ക് വിസ്മരിക്കാനല്ല ഫൈഹാൻ എന്ന് പറയുന്നൊരു കേരളം മലയാളികൾ ഏറ്റെടുത്ത ഒരു പയ്യൻ. അദ്ദേഹത്തിന് വളരെ സന്തോഷപൂർവ്വം പറയട്ടെ, ആ വിദ്യാർത്ഥിക്ക് എയിംസ് റായ്പൂരിലും അഡ്മിഷൻ കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാ 60ഓളം കുട്ടികളാണ് ഇപ്പം എയിംസിന്റെ വിവിധ കോളേജുകളിൽ നമ്മുടെ കുട്ടികൾ 60ഓളം കുട്ടികൾക്കാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് 150ഓളം കുട്ടികൾക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വർഷവും എയിംസിൽ ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, മാതാപിതാക്കളുണ്ട്. അവർക്ക് AFMCയുടെ ഫൈനൽ വരുന്നു. ഇപ്പോൾ 17-ാം തീയതി അല്ലെങ്കിൽ 18-ാം തീയതി ആകുമ്പോഴത്തേക്കും AFMCയുടെ ഫൈനൽ ലിസ്റ്റ് വരും. അപ്പോൾ അതിലോട്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഓൾ ഇന്ത്യ കോട്ട എടുത്താൽ പോലും വേണമെങ്കിൽ AFMCയിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. AFMCയുടെ ക്ലാസ്സുകൾ ഇപ്പോൾ തുടങ്ങും. എയിംസ് ഡൽഹിയുടെ ക്ലാസ്, ജിപ്മർ പോണ്ടിച്ചേരിയുടെ ക്ലാസ്, AFMCയുടെ ക്ലാസ് ഏതാണ്ട് ഉടൻ തന്നെ ഒരു 18-ാം തീയതി 19-ാം തീയതി ആകുമ്പോഴത്തേക്കും ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തേത് ഒരു ഫുൾ പാക്കേജാണ്. കാരണം നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, അതിനെ ഇത്രയും വ്യക്തമായി അനലൈസ് ചെയ്ത് വളരെ കൃത്യമായി ഓരോ കാര്യങ്ങളും ഏറ്റവും സിമ്പിളായിട്ട് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും പറഞ്ഞു തരുന്ന മറ്റൊരു ചാനലും ഉണ്ടാവില്ല, മറ്റൊരു മനുഷ്യനും ഉണ്ടാവില്ല. കാരണം അത്ര വ്യക്തമായിട്ടാണ് ശിവൻ സാർ ഓരോ കാര്യങ്ങളെയും പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് MBBS അഡ്മിഷനൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഉണ്ട്. അവർക്കൊക്കെ ഏറ്റവും കൃത്യമായ വിവരങ്ങൾ പറഞ്ഞു തരുന്ന ശിവൻ സാറിൻ്റെ ലൈവുകളും ശിവൻ സാറിനൊപ്പം എന്ന ഈ ഒരു പ്രോഗ്രാമും വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ട് ഈ ഒരു വ്യാഴാഴ്ച ശിവൻ സാറിനൊപ്പം വന്നു. ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ആധികാരികമായി തന്നെ പറയാമെന്നുള്ളതായിരുന്നു ശിവൻ സാറിൻ്റെ മറുപടി. പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, ദിവസങ്ങൾക്കകം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് വിദ്യാർത്ഥികളിലേക്കും മാതാപിതാക്കളിലേക്കും ഈ വിവരങ്ങൾ എത്തിക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഞങ്ങളെ ഇന്നോളം ഏറ്റെടുത്ത കേരളമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.